ഇതിപ്പോ തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊന്നുകളഞ്ഞിട്ടും ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയാ. ആവശ്യം ഇതുവരെ നടന്നിട്ടുമില്ല. ഞാനും ശിവേട്ടനും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അച്ഛനിപ്പോ എവിടെയാ? താൻ ആരുടെ കാര്യമായി പറയുന്നേ? ശിവനോ? ഏത് ശിവൻ? ഞാൻ ശിവന്റെയും പരമേശ്വരന്റെയും മോളൊന്നുമല്ല. സോറി, എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നി. എങ്ങനെ തോന്നിയെന്ന്? താൻ എന്താ ആളെ പരിഹസിക്കാണോ? ഏയ് പോടറോ, പുള്ളിക്ക് ആള് മാറിയതാവും. എന്താ മാഡം, എന്തു പറ്റി? ഒന്ന് റിലാക്സ് ആവാനാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പതേ ഇതുപോലുള്ള സ്റ്റാഫുകൾ വന്ന് ആളെ കളിയാക്ക. ഞാൻ അയാളുടെ മോളല്ലേ, ഇയാളുടെ മോളല്ലേ? ഞാൻ ആരുടെ മോളാണെങ്കിലും ഇയാൾക്കെന്താ? എവിടെന്ന് കിട്ടുന്നടോ ഇതുപോലെയുള്ളതിനൊക്കെ? സോറി മാഡം, ഇയാള് കാരണം മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞാൻ സോറി പറയുന്നു. മാഡം റിലാക്സ് ചെയ്തോളൂ, ഞാൻ ഓർഡർ എടുക്കുന്ന വേറെ ആളെ വിടാം. വാടോ. മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഓരോ ജന്തുക്കള്. അതീവ രഹസ്യമായി നമ്മൾ അത് ചെയ്തതുപോലെ ആവണം ഇതും. എല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായി വന്നപ്പോഴാ ശിവദാസൻ വീണ്ടും പഴയതൊക്കെ ഓർമ്മിപ്പിച്ച് മുന്നിലേക്ക് വന്നത്. മറന്നതൊക്കെ ഇപ്പൊ ഓർമ്മ വന്ന സ്ഥിതിക്ക് എന്നേക്കുമായി ആ ഓർമ്മകളെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ഇനി നിർത്തിയാ മതി. ഇനി ഒരിക്കലും കൊട്ടാരവും അവിടുത്തെ മരണങ്ങളും പറഞ്ഞ് നമുക്ക് മുന്നിലേക്ക് ആരും വരരുത്. സ്വസ്ഥമായിട്ട് ജീവിക്കണം എനിക്ക്, ആരെയും ഭയക്കാതെ. ഇതിപ്പോ തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊന്നുകളഞ്ഞിട്ടും ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയാ. ആവശ്യം ഇതുവരെ നടന്നിട്ടുമില്ല. എന്ത് കേൾക്കാനാ നീ ഇവിടെ മറഞ്ഞു നിൽക്കുന്നത്? എന്ത് കേൾക്കാനാ നീ ഈ ഫോണുമായിട്ട് ഇവിടെ വന്ന് നിന്നേന്ന്? ഞാൻ മറിഞ്ഞു നിന്നൊന്നുമല്ല, ഇപ്പൊ ഇതുവഴി വന്നതാ. നീ ആ ഫോണൊന്ന് പിടിച്ചു നോക്കൂ ചോളെ. ഇപ്പോഴത്തെ കാലമാ, ഒന്നും പറയാൻ പറ്റില്ല. നീ ആ ഫോൺ ഇതാ. ഞങ്ങൾ സംസാരിച്ചത് വല്ലതും നീ കേട്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇതുവഴി അപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാ ഫോൺ ബെല്ലടിച്ചത്. ഉറപ്പാണല്ലോ അല്ലേ? അതെ. എന്നാ നീ പോ. പിന്നെ രാത്രിയിൽ ഇതിനകത്തു കൂടിയുള്ള കറക്കമൊന്നും വേണ്ട, മനസ്സിലായോ? മനസ്സിലായി. പൊയ്ക്കോ. നീ ആ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ തന്ന കുഞ്ഞോളെ. അവളൊന്നും കേട്ടിട്ടില്ല, എനിക്കുറപ്പാ.
അതാ അവള് ചോദിച്ച ഉടനെ ഒരു കൂസലുമില്ലാതെ ഫോൺ എന്റെ കയ്യിൽ തന്നത്. അതിനുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ല. താൻ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു. അത്യാവശ്യം പറയാൻ കൊണ്ടൊരു നേരം. കേസിന്റെ ഒരു കാര്യമായോണ്ട് വിളിച്ചത്. താനും കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി. അതിൽ ഇത്രയും കോലാഹലം ഉണ്ടാവുമെന്ന് കരുതിയില്ല. സോറി. എന്തായിരുന്നോ കാര്യം? ഇനി പറയുന്നില്ല. പറയടോ. പറയുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയാതിരുന്ന എങ്ങനെയാ? താൻ എന്റെ വക്കീലല്ലേ? എങ്കിലേ ദേ ഇപ്പൊ ഞാൻ വക്കാലത്ത് ഒഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറ്റില്ല. എന്റെ അച്ഛനെ പുറത്തിറക്കി തരാന്ന് താൻ വാക്ക് പറഞ്ഞിട്ടിപ്പോ വാക്ക് മാറുന്നോ? ശരി, ഇയാൾക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട, നാളെ പറഞ്ഞാ മതി. സൂസൻ വിളിച്ചിരുന്നു. നടത്തിയ ടെസ്റ്റുകളൊക്കെ നമുക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു. ഇത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഒരു വക്കീലെന്ന നിലയിൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വേറൊന്നും പറയാനില്ല. വക്കാലത്ത് തന്ന ആൾക്ക് വല്ലതുണ്ടെങ്കിൽ പറയാം. ഞാൻ തന്നോടൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു. അച്ഛന്റെ ഭയത്തെ പറ്റി അച്ഛൻ പറഞ്ഞില്ലേ? അച്ഛന് ജയിലിൽ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് എനിക്കിപ്പം നല്ല പേടി. ശത്രുക്കളൊക്കെ അത്രയ്ക്കും വലിയ ആൾക്കാരാ. അവരിൽ നിന്നൊക്കെ അച്ഛനെ രക്ഷിച്ചെടുത്തേ പറ്റൂ. എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അച്ഛന്റെ സുരക്ഷ അയാൾ ഉറപ്പാക്കി തരണം, പ്ലീസ്. ശിവൻ ചേട്ടാ, വക്കീൽ എന്താ പറയുന്നത്? പുറത്തിറങ്ങാനുള്ള സാധ്യത ഉണ്ടോ? ഉടനെ ഇറങ്ങാൻ പറ്റുമെന്നാ പറഞ്ഞേ. ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവും. എനിക്ക് ശിക്ഷ കഴിഞ്ഞല്ലേ ഇറങ്ങാൻ പറ്റൂ. ആ ശിവൻ ചേട്ടനെങ്കിലും ഇറങ്ങട്ടെ. ഞാൻ തെറ്റ് ചെയ്തിട്ടാ ഇതിനകത്ത് കിടക്കുന്നെന്നെങ്കിലും പറയാം. ശിവൻ ചേട്ടൻ ഒരു തെറ്റും ചെയ്യാതെയാ ശിക്ഷ അനുഭവിക്കുന്നത്. ചേട്ടന്റെ കണ്ണീര് ഈശ്വരൻ കാണുന്നുണ്ട്. ഉടനെ പുറത്തിറങ്ങാൻ പറ്റും.